കേരള ലീഗൽ മെട്രോളജി വകുപ്പിൻ്റെ LMO-MS പോർട്ടലിലേക്ക് സ്വാഗതം. ഓട്ടോ ഫെയർ മീറ്റർ പുനഃപരിശോധനയ്ക്ക് എങ്ങനെ അപേക്ഷിക്കാമെന്ന് നോക്കാം. അതിനായി ഗൂഗിളിൽ LMO-MS പോർട്ടൽ എന്ന് സെർച്ച് ചെയ്ത് ആദ്യം വരുന്ന ലിങ്കിൽ പ്രവേശിച്ച് വെരിഫിക്കേഷൻ എന്ന ബോക്സിലെ ലോഗിൻ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഗസ് ലോഗിൻ തിരഞ്ഞെടുത്ത് മൊബൈൽ നമ്പറും ക്യാപ്ചയും നൽകി OTP ജനറേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ലഭിക്കുന്ന OTP ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം പബ്ലിക് യൂസർ എന്ന ടാബ് സെലക്ട് ചെയ്യുക. പിന്നീട് വരുന്ന ഡാഷ്ബോർഡ് സ്ക്രീനിൽ യൂസർ രജിസ്ട്രേഷന് താഴെ ഓട്ടോ ടാക്സി എന്ന് സെലക്ട് ചെയ്യുക. ശേഷം വെഹിക്കിൾ ടൈപ്പ് ഓട്ടോറിക്ഷ എന്ന് സെലക്ട് ചെയ്ത് വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ നൽകുക. ഓണേഴ്സ് നെയിം, അഡ്രസ് എന്നീ ഭാഗങ്ങളിൽ വാഹനത്തിൻ്റെ RC ഓണറുടെ പേരും മുഴുവനായ മേൽവിലാസവും നൽകുക. തുടർന്ന് പെർമിറ്റിലെ ഹാൾട്ടിംഗ് പ്ലേസ് ഏത് കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ പഞ്ചായത്തിലാണ് ഉൾപ്പെടുന്നത് എന്ന് സെലക്ട് ചെയ്ത് RC ഓണറുടെ മൊബൈൽ നമ്പർ നൽകി ന്യൂ യൂസർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. ശേഷം വരുന്ന സ്ക്രീനിൽ ആഡ് വെയിറ്റ് ഫ്രം സർട്ടിഫിക്കറ്റ് ക്ലിക്ക് ചെയ്ത് സർട്ടിഫിക്കറ്റ് നമ്പർ നൽകേണ്ടതുണ്ട്. സർട്ടിഫിക്കറ്റ് നമ്പർ നിങ്ങളുടെ കയ്യിലുള്ള ലാസ്റ്റ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിൽ വലതുവശത്ത് മുകളിലായി കാണാവുന്നതാണ്. അതുപോലെ ലാസ്റ്റ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ ഇടതുവശത്ത് താഴ്ഭാഗത്തായി നൽകിയിരിക്കുന്ന ലാസ്റ്റ് വെരിഫിക്കേഷൻ ഡേറ്റും എൻ്റർ ചെയ്ത് നൽകുക. അവസാനമായി പരിശോധന നടത്തിയ ഓഫീസിൻ്റെ പേര്, ജില്ല എന്നിവ സെലക്ട് ചെയ്യുക. തുടർന്ന് വെയ്റ്റ് ഓർ മെഷർ എന്ന സ്ഥാനത്ത് ലീനിയർ മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് എന്നും കാറ്റഗറി ടാക്സി മീറ്റർ ഡിജിറ്റൽ എന്നും സെലക്ട് ചെയ്യുക. ഓട്ടോ ഫെയർ മീറ്ററിൻ്റെ മെയ്ക്കും സീരിയൽ നമ്പറും ലഭ്യമാക്കിയിരിക്കുന്ന അതാത് സ്ഥലങ്ങളിൽ തെറ്റാതെ ലാസ്റ്റ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് പ്രകാരം എൻ്റർ ചെയ്ത് നൽകി സേവ് ടു ഡ്രാഫ്റ്റ് എന്ന ബ്ലൂ ബട്ടണും ശേഷം ഫിനിഷ് ആൻഡ് സേവ് ഓൾ എന്ന ഗ്രീൻ ബട്ടണും ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യുക. ഇനി വരുന്ന അപ്ലൈ ഫോർ വെരിഫിക്കേഷൻ സ്ക്രീനിൽ റീവെരിഫിക്കേഷൻ ടാബ് സെലക്ട് ചെയ്യുക. മോഡ് ഓഫ് വെരിഫിക്കേഷൻ ക്യാമ്പ് എന്ന് കൊടുത്ത് ചൂസ് സർട്ടിഫിക്കറ്റ്സ് എന്നതിൽ ടിക്ക് ചെയ്ത് പ്രൊസീഡ് ടു നെക്സ്റ്റ് പേജ് ക്ലിക്ക് ചെയ്യുക. പിന്നീട് വരുന്ന സ്ക്രീനിൽ നിങ്ങളുടെ ഓട്ടോ ഫെയർ മീറ്ററിൻ്റെ വിവരങ്ങൾ കാണാവുന്നതാണ്. ഈ വിവരങ്ങൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തി അതിനു നേരെയുള്ള ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് പ്രൊസീഡ് ടു പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക. ശേഷം ഓൺലൈൻ പേയ്മെൻറ്റ് സെലക്ട് ചെയ്ത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. ഇപ്പോൾ പുനഃപരിശോധനയ്ക്കായി ഓൺലൈനായി നിങ്ങൾ ഒടുക്കേണ്ട ഫീസ് എത്രയാണെന്ന് കാണാവുന്നതാണ്. പ്രൊസീഡ് പേയ്മെൻറ്റ് കൊടുത്ത് UPI, നെറ്റ് ബാങ്കിംഗ്, ഡെബിറ്റ് കാർഡ് ഇവയിൽ ഏതെങ്കിലും ഉപയോഗിച്ച് ഓൺലൈൻ പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. ഇനി റിട്ടേൺ ടു ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്തതിനു ശേഷം വരുന്ന വിൻഡോയിൽ ചെക്ക് പേയ്മെൻറ്റ് സെലക്ട് ചെയ്യുക. തുടർന്ന് ചെക്ക് പ്രീവിയസ് പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക. 10 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഇതേ രീതി ആവർത്തിക്കുമ്പോൾ നിങ്ങളുടെ അപേക്ഷ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്.